നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട ശംഖുമുഖത്തേക്കുള്ള ഡബിൾ ഡെക്കർ ബസ്സിൽ ഇറങ്ങിയിട്ട് ഇപ്പോൾ ശംഖുമുഖം ബീച്ചിലേക്ക് പോവുകയാണ്. ഇതിൻ്റെ മുമ്പ് തന്നെ ശംഖുമുഖം ദേവീക്ഷേത്രമൊക്കെ ഉണ്ട്. ഒരുപാട് ശംഖുകളൊക്കെ അവിടെ ഇങ്ങനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ശംഖുമുഖം എന്നുള്ള പേര് വന്നിട്ടുണ്ടാവുക. അപ്പോൾ എന്തായാലും നമ്മൾ ആ ഡബിൾ ഡെക്കർ ബസ്സിൽ ഇറങ്ങിയിട്ട് ഇപ്പോൾ നമ്മൾ ബീച്ചിലേക്ക് പോവുകയാണ്. നല്ല ഒരു ശാന്തമായൊരു ബീച്ചാണ് ശംഖുമുഖം ബീച്ച്. തിരുവനന്തപുരം എയർപോർട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണുള്ളത്. തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം ഒരു 8 കിലോമീറ്ററോളം ഇവിടത്തേക്ക് ദൂരമുള്ളൂ. അപ്പോൾ തിരുവനന്തപുരത്തേക്കൊക്കെ യാത്ര വരുന്നവരൊക്കെ എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട ഒരു ബീച്ച് കൂടിയാണ് ശംഖുമുഖം ബീച്ച്. കോവളം ബീച്ച് പോലെ തന്നെ നല്ലൊരു ഒരുപാട് വിദേശികളൊക്കെ വരുന്ന ഒരു ബീച്ചാണ്. ഒരു മനോഹരമായ ബീച്ചാണ്. ഇവിടെ ഒരുപാട് ചിൽഡ്രൻസ് പാർക്കും അങ്ങനെ ഒരുപാട് റൈഡുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സായാഹ്നമൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിന്ന് ഈ ബീച്ച് മുഴുവൻ ഒന്ന് ചുറ്റിക്കറങ്ങി കാണാം. ഇപ്പോൾ നമ്മുടെ സൺസെറ്റിൻ്റെ ഒക്കെ ടൈമായിട്ടാണുള്ളത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ബീച്ചിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ബീച്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണമായ ഇവിടുത്തെ ജലകന്യക സ്റ്റാച്യൂയുടെ അടുത്തേക്ക് പോവാം. ഈ ദൂരെ കാണുന്നതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാന ആകർഷണം. അതായത് നമ്മുടെ കാനായി കുഞ്ഞിരാമൻ ശില്പി തീർത്ത ജലകന്യകയുടെ പ്രതിമയാണിത്. നമ്മുടെ മലമ്പുഴയിലെ ആ ഒരു യക്ഷിയുടെ പ്രതിമയൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഉള്ളതാണ് ജലകന്യകയുടെ പ്രതിമ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രതിമയാണ്. ഇത് കാണാൻ തന്നെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഗിന്നസ് ബുക്കിലൊക്കെ കയറി പറ്റിയ ഒരു വലിയ പ്രതിമയാണ് ഈ കാണുന്നതാണത്. അപ്പം അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ജലകന്യകയുടെ ആ ഒരു പ്രതിമയൊക്കെ ചുറ്റി കണ്ടുകൊണ്ട് നമുക്ക് ഈ ശംഖുമുഖം ബീച്ച് ആസ്വദിച്ച് മുന്നോട്ട് പോവാം. അപ്പോൾ അവിടെ ദൂരെയായിട്ടൊരു ഹെലികോപ്റ്ററിൻ്റെ ആ ഒരു സ്റ്റാച്യൂവും കാണുന്നുണ്ട്. സ്റ്റാച്യു അല്ല, അതൊരു ഒറിജിനൽ ഹെലികോപ്റ്റർ തന്നെയാണ്. നമുക്ക് അതിൻ്റെ അടുത്തേക്ക് കൂടി പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഹെലികോപ്റ്റർ. യുദ്ധവിമാനമാണ്. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഹെലികോപ്റ്ററാണ്. അതിപ്പോൾ അതിൻ്റെ ഉപയോഗമൊക്കെ കഴിഞ്ഞിപ്പോൾ പ്രവർത്തനരഹിതമായതിനോടെ ഇവിടെ സ്ഥാപിച്ചിട്ടാണുള്ളത്. സന്ദർശകർക്കൊക്കെ അത് കാണാനും അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനൊക്കെ. ഇവിടെ ഇതിൻ്റെ ഒരുപാട് നിയമങ്ങളും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. തൊടാൻ പാടില്ല, അതിന് ദൂരത്തോട്ട് നിൽക്കണം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ കയറാനോ ഒന്നും പാടില്ല. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. Mi-8 ഹെലികോപ്റ്റർ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ടായിരുന്ന ഒരു ഹെലികോപ്റ്ററാണ്. ഇപ്പോൾ ഇവിടുന്ന് ദൂരോട്ട് കാണുന്നതാണ് ഇതിൻ്റെ ചിൽഡ്രൻസ് പാർക്കും കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്ക് ആ ബീച്ചിൻ്റെ അടുത്തേക്ക് പോവാം. നമ്മളൊരുപാട് മൂവീസിലും ഇതിലൊക്കെ സീരിയലിലൊക്കെ കണ്ടിട്ടുള്ളൊരു ബീച്ചും കൂടിയാണ് ഈ ശംഖുമുഖം ബീച്ച് എന്ന് പറഞ്ഞത്. ഒരുപാട് സിനിമയുടെ ഒക്കെ ലൊക്കേഷനായിട്ടുള്ള സ്ഥലം കൂടിയാണ്. ഇവിടുത്തെ ഓരോ ചില പോയിന്റുകളൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാകും. നമ്മൾ ഒരുപാട് സിനിമയിലൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും.
ഒരുപാട് ചെറിയ ചെറിയ കടകളും ടോയ്സും കാര്യങ്ങളൊക്കെ വിൽക്കുന്ന പെട്ടിക്കടകളും ചെറിയ ചെറിയ തട്ടുകടകളും ഒക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ ബീച്ചിലേക്ക് വന്നു കഴിഞ്ഞു. അത്ര വലിയൊരു ബീച്ച് എന്നൊന്നും പറയാനില്ല, ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു ബീച്ചാണ്. ഈ കാണുന്ന ഈ ഒരു കെട്ടിടങ്ങളൊക്കെ നമ്മൾ ചിലപ്പം ചില സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാകും. ഇവിടെയൊക്കെ ആൾക്കാർ ഇങ്ങനെ വിശ്രമിക്കാനൊക്കെ ഇരിക്കുന്നുണ്ട്. ഒരുപാട് ചെറിയ വള്ളങ്ങളൊക്കെ ഇവിടെ നിർത്തി വെച്ചിട്ടുണ്ട്. ദൂരെ കാണുന്ന ഒരു കോഫി ഹൗസാണ്. ആ ബീച്ചിനോട് ചേർന്ന് തന്നെയുള്ള ഒരു അടിപൊളി കോഫി ഹൗസാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ശംഖുമുഖം ബീച്ച്. അപ്പോൾ ഇത്രയൊക്കെയാണ് ബീച്ചിൻ്റെ വിശേഷങ്ങൾ. നമുക്കിനി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കാം.